ഹലോ, വെൽക്കം ബാക്ക് ടു എവറിത്തിങ് ഹോം മെയ്ഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പേപ്പർ ഹാർട്ട്സ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാൻ പോവാം. അപ്പോൾ വാലന്റൈൻസ് ഡേ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഹാർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് ഉണ്ടാക്കാൻ നമുക്ക് ആകെ ആവശ്യമുള്ളത് ഒരു കളർ പേപ്പറാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെഡ് ഹാർട്ട് ആയതുകൊണ്ട് ഞാനിവിടെ റെഡ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ക്വയർ ഇവിടെ റെഡിയാണ്. അപ്പോൾ സൈസൊന്നും ഞാൻ പറയുന്നില്ല. നമുക്കപ്പോൾ ഇതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡയഗണലി ഇതിനെ ഫോൾഡ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. സെയിം രീതിയിൽ നമുക്ക് ഇതുപോലെ ഒരു ഫോൾഡും കൂടി വരുത്തണം. അപ്പോൾ നമ്മുടെ ഫോൾഡിങ്സ് ഒക്കെ കഴിഞ്ഞു. ഒരു എക്സ് ഫോം ചെയ്യണം. അതേപോലെ സെൻറ്ററിലുള്ള ഒരു ഇത് വേണം. ആ സെൻറ്റർ പോർഷൻ നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്ന രീതിയിൽ നമുക്കിതിനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതുപോലെയാണ് ഫോൾഡ് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത അറ്റം മുകളിൽ ടോപ്പിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഫോൾഡ് ചെയ്യാം. ഇനി ഈ ഒരു അറ്റത്ത് എഡ്ജ് നമുക്ക് ടോപ്പിൽ ഇതുപോലെ സെൻറ്റർ പോർഷനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ബാക്കിൽ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്ന രീതിയിൽ ഫോൾഡ് ചെയ്യാം. മറ്റേ സൈഡും സെയിം രീതിയിൽ ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഇതൊരു W ഷേപ്പാണ് ഫോം ചെയ്യുന്നത് തിരിച്ചു പിടിക്കുമ്പോൾ. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. അതിന് മുന്നേ എല്ലാ സൈഡ്സും ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഹാർട്ടിൻ്റെ എല്ലാ സൈഡ്സും ഒന്ന് റൗണ്ട് കർവ് ഷേപ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുഞ്ഞതായിട്ട് ബാക്കിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ആ ടോപ്പിൽ W ഫോം ചെയ്ത് അതും ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ്. വാലന്റൈൻസ് ഡേക്ക് കാർഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിരുന്നതിലേക്കും ബൈ.